അറിവിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സയൻസാണ്. തിയറി എന്നൊക്കെ പറയുന്നത് സയൻസിന് മാത്രമാണെന്നുള്ള ഒരു അഹങ്കാരമുണ്ട്. അതുണ്ടായിരുന്നയാളാണ് ഞാൻ. ആ അഹങ്കാരം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് നവോദയ ചെന്നപ്പോൾ തീർന്നു. ജിജോ സാർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സതീഷ്, സീരിയസ് ആയിട്ട് ഫിലിം ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ യു ഷുഡ് ഗോ ടു എ ഫിലിം സ്കൂൾ. ഓഡിയൻസിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഒരു പ്രേമകഥ അതിനകത്ത് ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ സമ്മതിക്കില്ല. അങ്ങനെയാണ് അതിനകത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രേമകഥ കൊണ്ട് അതിൻ്റെ സ്റ്റോറി സ്ട്രക്ചർ ഭയങ്കര കോംപ്ലക്സ് ആവുകയും ചെയ്ത്. എങ്ങനെയാണ് സ്പിരിച്വൽ പേഴ്സൺ ഓർ എ റിലീജിയസ് പേഴ്സൺ? രണ്ട് അധ്യാപകരുടെ മകനാണ് ഞാൻ. അപ്പോൾ തന്നെ അറിയാമല്ലോ, എനിക്ക് സ്കൂളാണ് കുറച്ചുകൂടെ ഈസി, വീട് കുറേ ടഫാണ്. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ സിദ്ദീഖിലായാലും രണ്ട് വ്യക്തികൾ തന്നെ, രണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ അവർ ദേ വർക്ക് ടുഗദർ ലൈക്ക് ഹാൻഡ് ആൻഡ് ഗ്ലൗ ഫോർ എ കോമൺ ഗോൾ. അപ്പോൾ ആ കേസിലേക്ക് എത്തി അതിനെക്കുറിച്ച് തന്നെ ഒരു ബുക്ക് എഴുതി പിന്നെ ഒരു സിനിമ എടുക്കാൻ സാറിനെ പ്രേരിപ്പിച്ചൊരു കാര്യം. അതൊരു സ്പേസ് ഒഡീസിയുടെ കഥയാണ്, ഒരു ഇന്റർഗാലക്റ്റിക് സ്പേസ് ജേർണിയുടെ കഥയാണത്. നമുക്കിതിനകത്ത് സതീഷ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാ, എങ്ങനെയെങ്കിലും ഈ കൊലപാതകി ശരിക്ക് നെടുമുടി വേണിച്ചേട്ടനാണെന്ന് വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് ലാലാണ് ഐഡിയ. സംഗതി ബെസ്റ്റ് ഫിലിമാണ്, പക്ഷേ ദൃശ്യം കോപ്പി അടിച്ചുണ്ടാക്കിയല്ലേ എന്നുള്ളത്. പക്ഷെ അവർക്കറിയില്ല നേരെ തിരിച്ചാണെന്നുള്ള കാര്യം. ആ ബുക്ക് ഇറങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് ദൃശ്യത്തിന്റെ ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം കോടതിയിൽ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഹലോ സതീഷ് പോൾ സർ. ഹലോ, വെൽക്കം ടു ഹ്യൂമൻ ട്രൈബ്സ്. താങ്ക് യു. ഓക്കെ സർ, എനിക്ക് സാറിനെ കുറിച്ച് ഇങ്ങനെ നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യണതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഡൈവേഴ്സിഫൈഡ് ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബിക്കോസ് സാറ് ഡൈവേഴ്സിഫൈഡ് ഫീൽഡിൽ നിന്നാണ് വരുന്നത്. ഒരു പക്കാ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, ആൻഡ് യു ആർ ഒരു ടീച്ചർ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പ്രൊഫസർ, അങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാൾ, ഒരു ടെക്നിക്കലായിട്ട് പഠിച്ചു വന്ന് ഭയങ്കര അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ. അപ്പം അങ്ങനെ ഒരാൾ നമ്മളിപ്പോൾ സിനിമയിലേക്ക് വരികയാണ്. സിനിമയിൽ വന്നു, ഓക്കെ, എനിക്കൊരു പടം ചെയ്യണം, അത് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത പടം ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. സാറിൻ്റെ ഒരു ഇത് എനിക്ക് സമയമെടുത്ത് ചെയ്താലും മതി, പക്ഷേ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്ന് തോന്നിയ ഒരു ഇത്രയും ഈസി ഗോ, ഭയങ്കര പീസ്ഫുള്ളായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? അത് ചെറുപ്പം മുതലുള്ളൊരു ശീലമാണത്. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. സ്കൂളിൽ സ്പോർട്സ്, ആർട്സ്, സയൻസ്, പഠിത്തം, എല്ലാ കാര്യത്തിലും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതിലെല്ലാത്തിലും പ്രൈസുകൾ കിട്ടുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അന്ന് മുതൽ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ്. അപ്പോൾ അത് വലുതായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലങ്ങളും കുറച്ച് കൂടിയെന്ന് മാത്രം. സ്കൂൾ നാടകത്തിൽ അഭിനയിക്കുന്നതിന് പകരം അഭിനയിക്കുന്നതിന് പകരം നമ്മൾ സിനിമ എഴുതാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ലിറ്ററേച്ചറിലും ചെറുപ്പം മുതൽ താല്പര്യം ഉണ്ടായിരുന്നു, സയൻസിലുള്ള പോലെ തന്നെ. റീഡറായിരുന്നു? റീഡറല്ല, ഞാൻ സയൻസ് ഫിക്ഷൻ ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങിൽ സ്റ്റേറ്റ് സെക്കൻഡ് ആയിരുന്നു. 14 ഏജിൽ. 17th ഏജ്, അതായത് നമ്മൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങൾക്കൊരു 3 മാസത്തെ ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സയൻസ് ഫിക്ഷൻ നോവലിസ്റ്റ് ആയത്. ഒരു നോവൽ എഴുതി, സയൻസ് ഫിക്ഷൻ നോവൽ. അത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, തണുത്ത സമവാക്യം. നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല അത്രയും. സാർ, ആ നോവലിന് സാർ ഫിലിമാക്കാനോ ഷോർട്ട് ഫിലിമാക്കാനോ ഒന്നും പോയില്ല? ഇല്ല, അതൊരു നോവൽ തന്നെയാണ്. അത് തന്നെയാണ്, എല്ലാ നോവലുകളും നമുക്ക് സിനിമയാക്കാൻ പറ്റില്ല. ഓക്കെ, അതിൻ്റെ ഒരു ത്രെഡ് എന്തായിരുന്നു? ഐ മീൻ സയൻസ് ഫിക്ഷൻ ആണ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് അബൌട്ട് സയൻസ്, സമ്മതിച്ചു. പക്ഷെ എന്നാലും അത് ത്രെഡ് എങ്ങനെയാണ് ഒരു കഥ? എനിക്ക് ഏറ്റവും സയൻസിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ എന്ന് പറയുന്നത് സ്പേസ് സയൻസ് ആണ് ഒരെണ്ണം. അതൊരു സ്പേസ് ഒഡീസിയുടെ കഥയാണ്, ഒരു ഇന്റർഗാലക്റ്റിക് സ്പേസ് ജേർണിയുടെ കഥയാണത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സയൻസ്, ഇമോഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ലിറ്ററേച്ചറിൻ്റെ റൂൾസ് ഒന്നും നമുക്കറിയത്തില്ല. ആ ഒരു ബോൺ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് എഴുതിയതാണ്. പക്ഷേ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു അതിന്. CG ശാന്തകുമാർ സാറും PR മാധവ പണിക്കർ സാറും ആയിരുന്നു അതിൻ്റെ പ്രൂഫ് റീഡ് ചെയ്തത്. അപ്പോൾ CG ശാന്തകുമാർ സാർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, സതീഷ് ഒരിക്കലും എഴുത്ത് നിർത്തരുത്, നല്ല അസൽ റീഡബിലിറ്റി എന്ന് പറഞ്ഞു. സാറൊക്കെ തന്നെ ആ ഒരു പ്രചോദനം ഭയങ്കരമായിട്ടുണ്ട്. പിന്നീട് നമുക്കത് എഴുതാൻ പിന്നീട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് സയൻസിലേക്കായി മുഴുവൻ ശ്രദ്ധ അത് ചോദിക്കാൻ വന്നേക്കാണ്. പിന്നെ ഈ റൈറ്റിംഗ് എന്നൊക്കെ മാറി സാർ കംപ്ലീറ്റ്ലി സയന്റിഫിക് ഇതിലോട്ടങ്ങ് പോകുമായിരുന്നു. ആ ജേർണിയെ കുറിച്ചൊന്ന് പറയാമോ? അത് രണ്ട് അധ്യാപകരുടെ മകനാണ് ഞാൻ. അപ്പോൾ തന്നെ അറിയാമല്ലോ, എനിക്ക് സ്കൂളാണ് കുറച്ചുകൂടെ ഈസി, വീട് കുറേ ടഫാണ്. കാരണം അവിടെ ഇച്ചിരി സ്ട്രിക്റ്റ് റൂൾസാണ്. അപ്പോൾ അതിനുണ്ട് ഹെഡ് മാസ്റ്റർ ഗ്രേഡിലുള്ള ടീച്ചേഴ്സ്. അപ്പോൾ മമ്മി ഹിന്ദി അധ്യാപികയായിരുന്നു. അതിൻ്റെ ഒരുപാട് ഗുണം കിട്ടി. കാരണം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദി എലക്യൂഷൻ ഫസ്റ്റ് ആയിരുന്നു, ഹിന്ദി ഡ്രാമ യൂണിവേഴ്സിറ്റി സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ ഹിന്ദി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഹിന്ദി ഒരു ടച്ചും ഇല്ല, എല്ലാം വിട്ടുപോയി. ഡാഡി സയൻസ് ആയിരുന്നു. അപ്പോൾ സയൻസ് ചെറുപ്പം മുതൽ ഞങ്ങളുടെ ഒരു
എൻ്റെ സിസ്റ്ററും ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതൽ പഠിത്തം എന്ന് പറയുന്നൊരു സംഗതിയായിരുന്നു. ഞാനായിരുന്നു റബൽ, എനിക്ക് വൈകുന്നേരം കളിക്കണം. അതുകൊണ്ട് സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കും. അങ്ങനെ ആ ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതിൽ നിന്ന് സാറിന് എപ്പോഴാണ് ഒരു ഫിലിമിലോട്ടൊന്ന് സ്വിച്ച് ചെയ്യണമെന്ന് തോന്നിയത്? അത് പഠിക്കുന്ന കാലത്ത് തന്നെ ഫിലിമിനോട് താല്പര്യമുണ്ട്. അപ്പോൾ അന്ന് അതിനൊരു ടേണിംഗ് പോയിന്റ് ആയത് നവോദയ ജിജോ ആയിട്ടുള്ള സൗഹൃദങ്ങൾ. ജിജോ ജോസ്മോൻ, അന്ന് അപ്പച്ചൻ സാറ്, അപ്പച്ചൻ സാറേ, ഞാൻ ജിജോയും ജോസ്മോനും പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പപ്പ എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ട പപ്പ ആണ്, എല്ലാവരും പപ്പ എന്നാണ് വിളിക്കും. ആ നവോദയയിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ നവോദയ എന്നല്ല എല്ലാം തുടങ്ങിയത്. അപ്പോൾ ഡയറക്ടർ ആവണമെന്നൊരു സീരിയസ് ആഗ്രഹമുള്ള ആളാണെന്ന് മനസ്സിലായപ്പോൾ ജിജോ സാർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സതീഷ്, സീരിയസ് ആയിട്ട് ഫിലിം ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ യു ഷുഡ് ഗോ ടു എ ഫിലിം സ്കൂൾ, അത്രമാത്രം പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ കാനഡയിലായിരുന്നു ഒരുപാട് കാലം ജീവിച്ചത്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനെല്ലാം അവിടെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നൈറ്റ് സ്കൂളിൽ ഫിലിം സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വൈകുന്നേരം ഒരു 5 മണി 6 മണി വരെ ലാബിൽ റിസർച്ച് ചെയ്യാനുണ്ടാവും, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് 2 മണിക്കൂർ അതിലേക്ക് കാറിൽ സൂപ്പർ ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് ഫിലിം സ്കൂളിലെത്തും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്. അങ്ങനെയായിരുന്നു കുറേ നാളത്തേക്കൊരു ലൈഫ് സ്റ്റൈല്. അപ്പം നൈറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാനത് ഫിലിം മേക്കിംഗ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടു. അതെ. പക്ഷെ അത് എൻജോയ് ചെയ്തൊരു സംഗതിയാണ്. ബിക്കോസ് ഐ ലൈക്ക് ബോത്ത് സൈഡ്സ്. അതിന് ഫസ്റ്റ് ഫിലിം പിച്ച് ചെയ്യുന്നത് അതെങ്ങനെയായിരുന്നു? അതും അവിടെ നിന്നാണ്. അതായത് ഞങ്ങൾ ഫിലിം സ്കൂളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഫിലിം സ്കൂളിൽ പോകാൻ തന്നെ കാരണം ഇതിൻ്റെ അക്കാഡമിക്സിനോടുള്ള താല്പര്യം. ഞാൻ എല്ലാ കാര്യങ്ങളും അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്യും. അതാ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം, എന്ത് സംഗതിയും അക്കാഡമിക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്ന. അപ്പോൾ ഫിലിം സ്കൂളിലെ ആദ്യത്തെ ഒരു ക്ലാസ്സിലിരുന്നപ്പോൾ തന്നെ ഐ വാസ് വെരി ഇംപ്രസ്ഡ്. അതായത് ഈ സയൻസ് പഠിക്കുന്ന പിള്ളേർക്ക് ഒരു അഹങ്കാരമുണ്ട്. അതായത് അറിവിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സയൻസാണ്, തിയറി എന്നൊക്കെ പറയുന്നത് സയൻസിന് മാത്രമാണെന്നുള്ള ഒരു അഹങ്കാരമുണ്ട്. അതുണ്ടായിരുന്നയാളാണ് ഞാൻ. ആ അഹങ്കാരം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് നവോദയ ചെന്നപ്പോൾ തീർന്നു. കാരണം ഇതിൻ്റെ പുറകിൽ ഒരുപാട് തിയറികളുണ്ടെന്നുള്ളത് ജിജോയുടെ അടുത്തുനിന്ന്, അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടിച്ചാതൻ്റെ ഡയറക്ടറായിരുന്ന ശേഖറുണ്ട്, അവരുടെ അടുത്തുനിന്നാണ് ഞാനിത് പഠിച്ചത്. ആർട്സിന് ഇത്രമാത്രം തിയറി ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ അതിൻ്റെ അക്കാഡമിക്സിൽ ഇൻട്രസ്റ്റഡ് ആയതും നവോദയയുടെ ടീമിൻ്റെ ഒരു ഭാഗമായതും. തിയറി പഠിക്കുക മാത്രമല്ല അത് എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ ഫിംഗർ പ്രിന്റിൻ്റെ കഥയുണ്ടാകുന്നത്. അതായത് നമ്മൾ അക്കാഡമിക്കലി ട്രാൻസെൻഡിങ് ദ ജോൺറ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ജോണർ എന്ന് പറയും, പക്ഷേ അത് ശരിക്കും ഒരു ഫ്രഞ്ച് വാക്കാണ്, ജോൺറ എന്നാണ് പറയേണ്ടത്. ശരിക്കും അതെ, ജോൺറ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് ട്രാൻസെൻഡ് ചെയ്യുക എന്ന് പറയും. ട്രാൻസെൻഡ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ജോൺറയെ തന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ സ്റ്റോറി സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അത് എളുപ്പമല്ല. അപ്പോൾ ഞാനതൊരു ചലഞ്ചായിട്ട് എടുത്തു. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഗതി, അതായത് ഒരു കുറ്റം ചെയ്ത ഒരു പ്രതി, അയാൾ ക്ലീനായിട്ട് പോലീസ് അന്വേഷിക്കുന്നതിനൊപ്പം കൗണ്ടറായിട്ട് അയാൾ എവിഡൻസസ് പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തോ സയൻറ്റിഫിക്കലായിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു സിനിമ വന്നായിട്ട് എൻ്റെ അറിവിലില്ല. അത് ഞാൻ ഈ സ്റ്റോറി സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് എൻ്റെ ടീച്ചറെ കാണിച്ചു. അവർ പറഞ്ഞു, എന്നെ എല്ലാവരും അവിടെ പോളെന്നാണ് വിളിക്കുന്നത്, സതീഷ് എന്ന് പറയാൻ നാക്ക് വഴങ്ങില്ല സാഹിബിന്. അപ്പോൾ അതുകൊണ്ട് പോളെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ദിസ് എ ഗുഡ് സ്റ്റോറി, ഐ നെവർ ഹേർഡ് സംതിങ് ലൈക്ക് ദിസ് ബിഫോർ എന്ന് അവർ പറഞ്ഞു. അവർ തന്ന ധൈര്യത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. സർ, അതിൻ്റെ പാർട്ടായിട്ട് ഫോറൻസിക്സ് ഒക്കെ അരച്ച് കളിക്കും. തീർച്ചയായിട്ടും അത് സയൻസിൻ്റെ ഭാഗമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ്. അപ്പോൾ സയൻസ്, ശരിക്കും ഫോറൻസിക് സയൻസ് എനിക്ക് വളരെ ഇഷ്ടമല്ലാത്ത ഒരു ഫീൽഡും ഇല്ല. ഫോറൻസിക്കിലെ ഏറ്റവും മികച്ചൊരു സംഭവമാണ് സാർ എൻ്റെ ട്വിസ്റ്റ് കൊടുത്തിരുന്നത്. തീർച്ചയായിട്ടും അതിന് മുന്നേ വേറൊരു ഫിലിമിലും അത് വന്നിട്ടില്ല. ഇല്ല, ഒരു സ്ഥലത്തും അത് ഉറപ്പുവരുത്തിയിട്ടാണ് ചെയ്തത്. അതായത് ഇപ്പം പിന്നീട് പിൽക്കാലത്തുണ്ടായ DNA എന്ന് പറയുന്ന, അതെ, അത് ആദ്യമായിട്ട് മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അത് പോളിമാർക്കർ DNA അന്ന് DNA ഡെവലപ്പിംഗ് സ്റ്റേജിൽ. അപ്പോൾ പോളിമാർക്കർ DNA എന്ന് പറയുന്നതായിരുന്നു അന്നത്തെ ഏറ്റവും അഡ്വാൻസ് ലെവൽ. അപ്പോൾ നോർമൽ അന്ന് നിലവിലിരുന്ന DNA ടെസ്റ്റിൽ കിട്ടാത്ത പല സാമ്യങ്ങളും അല്ലെങ്കിൽ ഡിസിമിലാരിറ്റീസ് പോളിമാർക്കറിൽ കിട്ടുമായിരുന്നു. അതാണ് അതിൻ്റെ കഥയിൽ വളരെ ട്വിസ്റ്റായിട്ട് വരുന്ന ഒരു സംഭവം. അതാണ് അതിൽ ഏറ്റവും സാത്വികനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരാൾ, തുടക്കം മുതൽ അവസാനം വരെ സാത്വികനായിട്ട് നിലനിർത്തിക്കൊണ്ട് അത് നമ്മളതൊരു പ്രത്യേക രീതിയിൽ ആണ് അത് കൺസീവ് ചെയ്തേക്കുന്ന ആ കഥ. അതുപോലെ തന്നെ ഓഫീസേഴ്സ് അന്വേഷിക്കുന്നതായാലും. പിന്നെ അതിൽ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത പാട്ടുകളില്ലായിരുന്നു. അതായിരുന്നു എനിക്ക് ഒരു പ്രൊഡ്യൂസറെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഏറ്റവും വലിയ പാട്. കാരണം അന്ന് ജോണി സാഗരിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. ജോണി സാഗരി ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന സിനിമയത്. ഒരു മിനിമം 7 പാട്ടെങ്കിലും ഇല്ലാതെ അന്നൊരു സിനിമ ചെയ്യാൻ പറ്റില്ല, ഒരു പ്രേമകഥ ഇല്ലാതെയും പറ്റില്ല. ആ ഒറിജിനൽ ഫിംഗർ പ്രിന്റിൽ പ്രേമകഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ ഒരു ഓഡിയൻസിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഒരു പ്രേമകഥ അതിനകത്ത് ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറും സമ്മതിക്കില്ല. അങ്ങനെയാണ് അതിനകത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രേമകഥ കൊണ്ടുവരിക. അതിൻ്റെ സ്റ്റോറി സ്ട്രക്ചർ ഭയങ്കര കോംപ്ലക്സ് ആവുകയും ചെയ്ത് എങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു എവിഡൻസ് 2 പോലീസ് ഓഫീസേഴ്സ് ഒരുമിച്ച് അന്വേഷിക്കുന്നു.
അപ്പോൾ അതും ഈ ജോൺറ ട്രാൻസെൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതായത് ഒരു എവിഡൻസിനെ ഒരു പോലീസ് ഓഫീസർ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് തോന്നണം അത് കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ആണല്ലോ, കൊള്ളാം, വെരി ഗുഡ്, ബ്രില്യൻ എന്ന് തോന്നണം. അപ്പോൾ മറ്റേ ഓഫീസർ വന്നിട്ട് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വ്യൂ പറയുകയാണ്. അതിന് അദ്ദേഹവും കുറേ ന്യായീകരണങ്ങൾ പറയുമ്പോഴാണ് ഓഡിയൻസിന് പറഞ്ഞാൽ അത് ശരിയാണല്ലോ, ദാറ്റ് ഈസ് റൈറ്റ്. ആ ഈ ഒരു കോൺഫ്ലിക്റ്റ് തുടക്കം മുതൽ അവസാനം വരെ നടത്തുന്ന ഒരു സിനിമ അതിനു മുമ്പ് വന്നിട്ടില്ല. അതാണ് ഈ ട്രാൻസെൻഡിങ് ദ ജോൺറ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ജോൺറ എങ്ങനെ ട്രാൻസെൻഡ് ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി. അപ്പോൾ ടീച്ചർ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരും, നിങ്ങൾ ഇഷ്ടമുള്ളവരെ ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ അപ്രൂവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി സീരിയസ് ആയിട്ട് എടുത്തത്. അങ്ങനെയാണ് ഫിംഗർ പ്രിൻ്റ് ഉണ്ടാകുന്നത്. ഞാൻ ആ ഫിലിം പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, പണ്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും അതിൽ ചില ഭാഗങ്ങൾ ഇപ്പം എസ്പെഷ്യലി നെടുമുടി വേണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ ഭയങ്കര കൺവിൻസിങ് ആണ്. നമുക്കത് ഒരിക്കലും തോന്നത്തില്ല ഹീസ് എ കില്ലർന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു ആഠ്യതയും അദ്ദേഹത്തിൻ്റെ ആ എല്ലാ എലിഗൻസും നിലനിർത്തിക്കൊണ്ട് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൊല ചെയ്യേണ്ടി വന്നുപോയി. അത് കൊലയല്ല, ആക്സിഡൻ്റലായിട്ട് നടന്നൊരു സംഭവം കൂടിയാണ് എന്നൊക്കെയുള്ള അതും പിന്നെ അതിലൂടെ ഒരു സയൻസിൻ്റെ ഒരു മിക്സപ്പും. അവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അവിടെ സിദ്ദിഖ് ലാലുമായിട്ടുള്ള സൗഹൃദം അതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാലു പറഞ്ഞിട്ട് ലാലിന് വേണ്ടിയിട്ടാണ് ഞാൻ, അതായത് നമ്മുടെ നടൻ പ്രൊഡ്യൂസർ ലാൽ, ഡയറക്ടർ ലാൽ, സിദ്ദിഖ് ലാൽ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി, അദ്ദേഹം എനിക്ക് അഡ്വാൻസ് തന്ന്, എനിക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് തരുന്ന അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ആദ്യം ഇതൊരു പ്ലെയിൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആയിരുന്നു. ഈ കൊല ചെയ്തയാൾ ക്ലീനായിട്ട് ഒരു ഗ്രിഡ് ലോക്ക്, ഞങ്ങളതിന് ചെക്ക്മേറ്റ് എന്ന് പറയും, ചെക്ക്മേറ്റ് ക്ലൈമാക്സിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് പോലീസ് ഓഫീസർക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ അമ്മാവനകത്താവും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോൾ പോലീസ് ഓഫീസർ മനസ്സിലാക്കുകയാണ് കൊല നടത്തിയ ആളാണ് ഇവിടെ ശരിക്കും നീതി അർഹിക്കുന്നത്. അത് തന്നെയാണ് ആ പടത്തിലെ മെസ്സേജ്. ആ പടത്തിലെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കേസുകളിലും നിയമം പരിപാലിക്കപ്പെടുമ്പോഴാണ് നീതി നടപ്പാവുന്നത്. പക്ഷേ ചുരുക്കം കേസുകളിൽ നിയമം ലംഘിച്ചാൽ മാത്രമേ നീതി നടപ്പാവുള്ളൂ. അപ്പോൾ അത് ജുഡീഷ്യറിക്കും നമ്മുടെ സൊസൈറ്റിക്കും ഉള്ള ഒരു മെസ്സേജാണത്. അപ്പോൾ ആ മെസ്സേജാണ് നമ്മളവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോലീസ് ഓഫീസർ നിയമം ലംഘിക്കുകയെന്ന് ഒരു പ്രതിയെ അയാൾ രക്ഷപ്പെടുത്തി വിടുകയെന്ന്. പക്ഷെ അത് രക്ഷപ്പെടുത്തി വിടുന്നതിനകത്ത് വഴിയാണ് നീതി നടപ്പാവുന്നത്. അപ്പം നീതി നടപ്പാക്കാൻ വേണ്ടി നമുക്കൊരു നിയമം ലംഘിക്കാവോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തത്. തീർച്ചയായും അതാണ്. അതിനുശേഷം അതിനോട് വളരെ സാമ്യമുള്ളൊരു സംഭവം കേരളത്തിലുണ്ടായി എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. അതാണ് കൃഷ്ണപ്രിയ കൊലക്കേസ്. അതായത് മഞ്ചേരിയിൽ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നു ഒരാൾ. എന്നിട്ട് അയാൾ ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ വെടിവെച്ച് വന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പോലീസുകാർ വളരെ ലൈറ്റായിട്ടാണ് കേസ് ചാർജ് ചെയ്തത്. കാരണം ആ പോലീസുകാരുടെ നീതിബോധമാണ് പറഞ്ഞത്. ശരിയായിരിക്കാം, അവർ ചിലപ്പോൾ നിയമം പൂർണ്ണമായിട്ട് പാലിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ കുട്ടിയുടെ അച്ഛന് വളരെ ചെറിയൊരു ശിക്ഷയെ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം വന്നിപ്പോൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് ഞാൻ കേട്ടെ. അപ്പോൾ ഇത് ഫിംഗർ പ്രിൻ്റ് എഴുതിയതിന് ശേഷമാണ് അതിൻ്റെ സെയിം സ്റ്റോറി, സെയിം സംഭവം നമ്മുടെ സമൂഹത്തിൽ നടന്നത്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ അന്ധമായിട്ട് നിയമം പാലിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നിയമം, അല്ലാതെ ഈ നിയമത്തിന് വേണ്ടിയുള്ള നിയമമല്ല. അപ്പോൾ നീതി എവിടെയാണോ നടപ്പാക്കുന്നത് അതാണ് നമ്മൾ നിയമത്തിൽ ചെയ്യേണ്ടത്. അത് പാലിക്കുകയാണെങ്കിൽ പാലിക്കണം, ലംഘിക്കുകയാണെങ്കിൽ ലംഘിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി. അതുപോലെ തന്നെ ഫിലിമിലൊരു മെസ്സേജും അങ്ങനെയായിരുന്നു. അതെ, അതായിരുന്നു അതിൻ്റെ മെസ്സേജ്. സാർ ഇപ്പോൾ അതിനുശേഷം സാർ ചെയ്ത ഫിലിം ഞാൻ അതിൽ പറഞ്ഞില്ലോ, ഇപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ക്ലീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് ലാലാണ് സജസ്റ്റ് ചെയ്തത്, നമുക്കിതിനകത്ത് സതീഷ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എങ്ങനെയെങ്കിലും ഈ കൊലപാതകി ശരിക്ക് നെടുമുടി വേണിച്ചേട്ടനാണെന്ന് വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് ലാലാണ് ഐഡിയ. ലാലിന് വേണ്ടിയിട്ട് ഞാൻ ആ എലമെൻറ്റും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ അത് നല്ല ട്വിസ്റ്റ് തന്നെയാണ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം സ്റ്റോറിയുടെ കാര്യത്തിൽ സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുനാഥന്മാരാണ് അവർ രണ്ടുപേരും. അവരുടെ ഒരു സ്റ്റോറി സെൻസ് ഒന്നും നമുക്കില്ല. അപ്പോൾ അവർ പറഞ്ഞതിനെ അതേപടി ഞാൻ എടുത്തു. പക്ഷെ അത് സ്ട്രക്ചറലി അത് കൊണ്ടുവരാൻ ഇത്തിരി പാടായിരുന്നു. പക്ഷേ അത് സാധിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഒത്തിരി ഡിസ്കഷൻസ് അതിനകത്ത് നടത്തിയിട്ടുണ്ട്. മാസങ്ങളോളം ഡിസ്കസ് ചെയ്താൽ ഞങ്ങൾ ആ സ്റ്റോറി പെർഫെക്റ്റ് ചെയ്തെടുത്ത്. കാരണം സാർ അതിന് മുന്നേ ക്രോണിക് ബാച്ചിലറിന്റെ അതിന്റെ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ആയിരുന്നു. ഓക്കെ സാർ, ഈ സിദ്ദിഖ് ലാൽ സാർ ഈ രണ്ടുപേരും ആയിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് അത് വളരെ സിനിമയിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള രണ്ടുപേരായിരുന്നു അവർ. ഇപ്പോൾ സിദ്ദിഖുമായിട്ടാണെങ്കിൽ കുറേയും കൂടെ പേഴ്സണലായിട്ടും കൂടെ ഉള്ളൊരു ബന്ധമായിരുന്നു. സിനിമയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു സിദ്ദിഖ്. പിന്നെ ലാൽ, അതുപോലെ നമ്മുടെ ക്യാമറാമാൻ വേണുവാണ് എന്നെ സിദ്ദിഖ് സാറിനും ലാലിനും എല്ലാം പരിചയപ്പെടുത്തുന്നത്. അപ്പം
ശരിക്കും പറഞ്ഞാൽ സിദ്ദീഖും ലാലും രണ്ട് വ്യക്തികൾ തന്നെ, രണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ അവർ ദേ വർക്ക് ടുഗദർ ലൈക്ക് ഹാൻഡ് ആൻഡ് ഗ്ലവ് ഫോർ എ കോമൺ ഗോൾ. അതാണ് അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര കോംപ്ലിമെൻ്ററി ആണ്. അത് അമേസിങ് ആണ്. അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ വീണ്ടും പഴയ പോലെ ആ റാംജി റാവു ഒക്കെ എടുക്കുന്ന പോലെ വീണ്ടും ടീമായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഈ രണ്ടുപേരുടെ ടേക്ക് ഹോം എന്ന് പറയാൻ എന്താണ്? ഒരുപാട് രണ്ടുപേരും ഓരോ യൂണിവേഴ്സിറ്റീസാണ്. ലാല് കൂടെ ഇങ്ങോട്ട് പ്രാക്ടിക്കൽ മൈൻഡഡ് ആണ്. അപ്പോൾ നമ്മളൊരു സിനിമ എങ്ങനെ കൊമേഴ്ഷ്യലി സക്സസ് ആക്കി എടുക്കാം എന്നുള്ളത്. ഇപ്പോൾ ലാൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന പടമാണ് ഫിംഗർ പ്രിൻറ്റ്. അപ്പോൾ ലാലിന് ഇത്രയും സയൻസ് കയറി വരുന്നിടത്ത് ഒരു പേടിയായിരുന്നു. അപ്പോൾ സതീഷ് പറഞ്ഞ, സതീഷ് ഇതിനകത്തൊരു സയൻസ്, നിങ്ങളുടെ സയൻസ് ഒത്തിരി കയറി വരുന്നു എന്നുള്ള ഒരു ഇതാണ് ലാല് പറഞ്ഞത്. അങ്ങനെയാണ് ലാൽ അവസാനം അത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നീട് അത് ജോണി സാഗരിയെ ചെയ്യാനായിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സാബു ചെറിയാനിലേക്ക് വരുന്നത്. അങ്ങനെ മൂന്നാമത് വന്ന പ്രൊഡ്യൂസറാണ് സാബു ചെറിയാൻ. ഓക്കെ. ഇപ്പോൾ സാറ് അതിനുശേഷം നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സൈജു കുറുപ്പിൻ്റെ ഫിലിം, അതും ഗാർഡിയൻ എന്ന് പറയുന്ന ആ ഫിലിമിനകത്തും ഇത് നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും അടുത്തിലോട്ട് പോകും. അങ്ങനെ പോയി ഭയങ്കര ഒരു യാത്രയാണ്. പേടിപ്പിക്കുന്ന, ഒത്തിരി എക്സൈറ്റ്മെൻറ്റ്സ് തരുന്ന, ഒത്തിരി ത്രില്ലടിപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും എനിക്ക് സാറ് ലേറ്റസ്റ്റ്, അത് ഏറ്റവും ഇറങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ സാർ ഇപ്പം ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ഫിലിമിൻ്റെ പോസ്റ്റർ റിലീസ് കഴിഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ കൂടി അതിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് ഗാർഡിയനെ കുറിച്ച് കൂടി അറിഞ്ഞേക്കുന്നതാണ്. ഗാർഡിയനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഒന്നും മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതായത് ദൃശ്യം സിനിമയായിട്ടുള്ള കേസാണത്. അതായത് ഗാർഡിയൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാനൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. കാരണം അത് ഒരു പ്രൊഡ്യൂസർക്ക് കൊടുത്തിരുന്ന സ്റ്റോറിയാണ്. പിന്നീട് അത് എനിക്കിത് മോഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നിയുകൊണ്ട് ഞാനത് മോഷണം തടയാൻ വേണ്ടി തന്നെ മനഃപൂർവ്വമാണ് ഇത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തത്. ആ ബുക്ക് ഇറങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് ദൃശ്യത്തിൻ്റെ ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം കോടതിയിൽ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുശേഷം ഈ ഗാർഡിയൻ എന്ന് പറയുന്നതാണ് എൻ്റെ ഒറിജിനൽ സ്റ്റോറി. അപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ആർഗ്യുമെൻ്റ് എന്നാ വെച്ചാൽ, ഗാർഡിയൻ എന്ന് പറയുന്ന സ്റ്റോറി, അതിൻ്റെ സ്റ്റോറി കോപ്പി അടിച്ചാണ് ദൃശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. കാരണം ഈ കേസിനെ പറ്റി അറിയാവുന്ന ഒരു ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ട്, ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും നിങ്ങളുടെ സ്റ്റോറി കോപ്പി അടിച്ചാന്നുള്ളത് സത്യം തന്നെയാണെന്ന് പറഞ്ഞു. ഈ കേസിനെ പറ്റി അറിയാത്തവർ നേരെ തിരിച്ചാൽ റെസ്പോണ്ട് ചെയ്തത്. അതായത് സംഗതി ബെസ്റ്റ് ഫിലിമാണ്, പക്ഷേ ദൃശ്യം കോപ്പി അടിച്ചുണ്ടാക്കിയല്ലേ എന്നുള്ളത്. പക്ഷെ അവർക്കറിയില്ല നേരെ തിരിച്ചാന്നുള്ള കാര്യം. എനിക്കത് ഭയങ്കര വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്നെ ഏറ്റവും വിഷമിപ്പിക്കുകയും എനിക്ക് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഈ കാര്യമാണ് ഞാൻ ഹൈക്കോടതിയിൽ ഇപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ കോടതിയിൽ ഇപ്പോൾ അത് ജഡ്ജ്മെന്റ് പെൻഡിങ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. അതിൻ്റെ വേർഡിക്റ്റ് വരട്ടെ, ഞാൻ ഷുവറായിട്ടും അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സംസാരിക്കും. ഈ ഫിലിമിൻ്റെ ഒരു ഗാർഡിയൻ എന്ന ഫിലിമിൻ്റെ സൈജു കുറുപ്പ് എന്ന് പറയുന്ന ആളെ നായകനാക്കി വളരെ ഭംഗിയുള്ള പെർഫോമൻസിലേക്ക് കൊണ്ടെത്തിക്കുന്ന ലെവലിൽ സാർ അത് കൺസീവ് ചെയ്തു, സാർ അത് വിഷ്വലൈസ് ചെയ്തു. എൻ്റെ അത് മാത്രമല്ല, അത് കൺസീവ് ചെയ്യുകയും കൂടി ചെയ്തു. അപ്പോൾ ആ ഒരു ജേണി ഒന്ന് പറയാം. ആ ജേണി തുടങ്ങുന്നത് ഫിംഗർ പ്രിൻറ്റിൽ നിന്നാണ്. കാരണം ഇപ്പോൾ കോടതിയിലോ അല്ലെങ്കിൽ ഇവർ മറ്റുള്ള ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിംഗർ പ്രിൻറ്റിൻ്റെ അതേ ക്രൈമാണ് ഗാർഡിയനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നു, അതിനുശേഷം അവൾക്ക് അതേക്കുറിച്ച് ആദ്യം അവൾ ഹൈഡ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ അത് കൂടുതൽ ഇൻസിസ്റ്റൻ്റ് ആയിട്ട് വന്നപ്പോൾ അവളുടെ ഗാർഡിയനെ വിവരം അറിയിക്കുന്നു. ഗാർഡിയൻ വരുന്നു, ഈ ക്രൈമിൽ 2 പേര് ഇൻവോൾവ് ആവുന്ന മനസ്സിലാവുന്നു. ആ 2 പേരെ അവർ കൊല്ലുന്നു. കൊന്നതിന് ശേഷം ഈ 2 കൊലപാതകങ്ങളിലെ തെളിവ് നമ്മൾ മിക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് പോലീസിനെ ലീഡ് ചെയ്യുന്നത്. അവസാനം പക്ഷേ പോലീസ് മണ്ടനല്ല, അവർ നല്ലതാണ്. ഈ കൊല നടത്തിയ ആളും നല്ല ആളാണ്, ചീത്തയായിട്ടുള്ള ആളാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ 2 പേരും നന്മയുള്ളവരാണ്, പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഒരാൾ പിടിക്കാനും മറ്റേ ആൾ പിടി കൊടുക്കാതിരിക്കാനും. അപ്പോൾ അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് വിജയിക്കുന്നു, ശരിയായ ക്രിമിനൽ ആരാണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ ക്രിമിനലും വിജയിക്കുന്നു. അത് കണ്ടെത്തിയാൽ പോലും എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഞാൻ ലൂപ്പ് ഹോൾ ഇട്ട് അതിൽ നിന്ന് ഒഴിവായിരിക്കണമെന്ന്. ഈ സെയിം സ്റ്റോറിയാണ് ഫിംഗർ പ്രിൻറ്റ്. അതിനകത്ത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഫിംഗർ പ്രിൻറ്റിലെ പ്രോട്ടാഗണിസ്റ്റിനെ ഞാൻ ഗാർഡിയനിലെ ആൻറ്റാഗണിസ്റ്റ് ആക്കി, ഫിംഗർ പ്രിൻറ്റിലെ ആൻറ്റാഗണിസ്റ്റിനെ ഇതിനെ പ്രോട്ടാഗണിസ്റ്റിനാക്കി. അതായത് ഫിംഗർ പ്രിൻറ്റിൽ കൊല നടത്തിയ ആളാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്, നായകനായിട്ട് വരുന്ന കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ. അത് നേരെ തിരിച്ചിട്ടു. കൊല നടത്തിയ ആളാണ് ഗാർഡിയനിൽ നമ്മുടെ നായകൻ, പുള്ളിയെ പിടിക്കാൻ വരുന്ന പോലീസ് ഓഫീസർ അതിൻ്റെ എതിരാളിയായി. ഇത് സ്റ്റോറി മേക്കിങ്ങിൽ ഞങ്ങൾ ഫിലിം സ്കൂളിൽ പഠിക്കുന്ന ഒരു ബേസിക് ടെക്നിക്കാണ്. ഇത് ഞാൻ തന്നെ ഫിലിം സ്കൂളിൽ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഗാർഡിയനൊക്കെ എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇത് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ സെയിം സ്റ്റോറി തന്നെയാണ് ഗാർഡിയൻ, ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. സീരിയസ്ലി ഐ വാസ് സേ ദിസ്, ആക്ച്വലി ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ സയൻസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. സയൻസ് വെച്ച് തന്നെയാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ ലെവലിൽ പോകുന്നത്. സയൻസിൽ പലപ്പോഴും നമ്മൾ അക്കാഡമിക്സിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് എനിക്ക് കാര്യം അറിയാം, ഇങ്ങനെ അറിയാം ഭയങ്കര സന്തോഷിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ.
പക്ഷെ അത് അപ്ലൈ ചെയ്തിട്ട് അത് എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പണിയും കൂടിയാണ്. പലപ്പോഴും നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് അത്. സാറ് ഒരാൾക്ക് മനസ്സിലാവാത്ത പോലെ ഫിംഗർ പ്രിന്റിൽ ഒരു സ്റ്റോറി കൊണ്ടുവരിക, അത് നേരെ തിരിച്ചിട്ടാണ് നമ്മളിപ്പം ഈ മറുകടത്ത് ഇപ്പുറത്ത് വെച്ചു എന്ന് പറയുന്ന അത് വിദഗ്ധമായിട്ട് ആ സ്റ്റോറി കവർ. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ്, മെത്തേഡ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫിംഗർ പ്രിന്റ് ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെ കോംപ്ലക്സ് ആണ്. കാരണം കേസ് അന്വേഷിക്കാൻ വരുന്ന ഒരാളല്ല, രണ്ടുപേരാണ്. ആ രണ്ടുപേര് തമ്മിൽ ഓരോ എവിഡൻസിലും കോൺട്രാസ്റ്റിംഗ് വ്യൂസും വരുന്നു. അത് രണ്ടും ലോജിക്കലായിട്ട് കറക്റ്റ് ആണെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്റ്റോറി സ്ട്രക്ചർ മച്ച്. അപ്പോൾ അതിനുശേഷം അത്രയും കോംപ്ലക്സ് സ്റ്റോറി സ്ട്രക്ചർ ഉണ്ടാക്കി എനിക്ക് അതിനേക്കാൾ വളരെ ലളിതമായ സെയിം സ്റ്റോറി എടുത്തിട്ട് ഗാർഡിയൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അതാണ്, അതൊക്കെ കോടതി പരിഗണിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഇപ്പം സാറിൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ഫിലിം ഇപ്പം സാറിപ്പം പോസ്റ്റർ റിലീസ് ചെയ്തത് എസെക്കിയൽ. അപ്പോൾ എസെക്കിയൽ എന്ന് പറയുന്ന ഫിലിമിനകത്ത് അതിപ്പോൾ സാർ അപ്ഡേറ്റഡ് ആണ് ആസ് എ സയൻസ് പേഴ്സൺ, എഗെയിൻ അപ്ഡേറ്റഡ് ആണ്. അപ്പം AI-യും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സിൻ്റെ സാധ്യതകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളൊക്കെ വെച്ചിട്ടാണ് ഫിലിം വരുന്നതെന്ന് എനിക്ക് അത്രേ അറിയൂ. എനിക്കൊരു സത്യവാനെ കുറിച്ച് വേറെ ഒന്നും അറിയത്തില്ല. സാറ് ഡയറക്റ്റ് ചെയ്യണു, അല്ലെങ്കിൽ അനൂപ് അതിൻ്റെ ഗ്രാഫിക്സ് ചെയ്യണു, അല്ലെങ്കിൽ ടൈറ്റസ് സാറിൻ്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. അപ്പോൾ എസെക്കിയാൽ എന്താണ്, അല്ലെങ്കിൽ ആ ടേമിൻ്റെ അർത്ഥം എന്താണ്? എസെക്കിയേൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ പരിശുദ്ധനാണ്. അതായത് ഇപ്പോൾ അല്ല, ഈ തിരുവെഴുത്തുകൾ എന്ന് പറയും. അതായത് ക്രിസ്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള, അത് പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഇതിനകത്തെല്ലാം വരുന്നത്. ഇപ്പോൾ സെയിൻറ്റ് ജോൺ, സെയിൻറ്റ് പീറ്റർ എന്നൊക്കെ പറയുന്ന അവർ യേശുവിനെ പറ്റിയും ക്രിസ്ത്യൻ വ്യൂവിനെ പറ്റി എഴുതിയ തിരുവെഴുത്തുകൾ എന്നാണ് ക്രിസ്ത്യാനിറ്റിയിൽ അതിന് പറയുന്നത്. അതിന്റെ കളക്ഷനാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പല തിരുവെഴുത്തുകളുടെ ബൈ ഓതേഴ്സ്, ഡിഫറെൻറ്റ് ഓതേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു തിരുവെഴുത്ത് എഴുതിയ ആളാണ് എസെക്കിയേൽ എന്ന് പറയുന്ന ആൾ. എസെക്കിയേലിന്റെ പുസ്തകം എന്നാണ് പറയുന്നത്. അതെ, അതിന് ഏബ്രഹാമിന്റെ ദ ബുക്ക് ഓഫ് ഏബ്രഹാം എന്ന് പറയും, അല്ലെ ദ ബുക്ക് ഓഫ് എസെക്കിയേൽ എന്ന് പറയും, അത് ബുക്ക് ഓഫ് ജോൺ, ബുക്ക് ഓഫ് പീറ്റർ, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എന്താ ഡിഫറൻസ്? ഇല്ല, അതിനകത്ത് കൂടുതൽ സസ്പെൻസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. യെസ്, അതിനെ ഞങ്ങൾ ഈ സ്റ്റോറിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. ഷൂട്ടിംഗ് ഉടനെ തന്നെ ഡിസംബർ 7 തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിൽ സാർ ഇപ്പം ഇതിൽ എന്താണ് ഈ ഫിലിം ഡയറക്ഷനിൽ സാർ പുതുമ കൊണ്ടുവന്നേക്കുന്നത് എനിക്കറിയില്ല. ബിക്കോസ് ബാക്കി രണ്ടിലും ഉണ്ട്, ബാക്കി രണ്ടല്ല മൂന്നിലും ഉണ്ട് സാറിൻ്റെ ആ ഒരു പുതുമയുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് എനിക്ക് ചോദിക്കാവോ എന്നും അറിയില്ല, ബിക്കോസ് നമ്മൾ ആ ഷൂട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സാർ എന്തൊക്കെ കൂടുതൽ പറയാൻ പറ്റും ഈ ഫിലിമിനെ കുറിച്ച്? പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം. ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ആണത്. ഞാൻ പറഞ്ഞല്ലോ, എസെക്കിയേൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററിയുടെ ഒരു പിന്നിലുള്ള ഒരു സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അറിയാലോ, എൻ്റെ എല്ലാ സിനിമകളും ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. അപ്പോൾ നമ്മൾ നാരങ്ങാവെള്ളം കുടിച്ചാൽ പോലും അതിനെ ഇൻവെസ്റ്റിഗേഷൻ അതെ, ആ ജോണറിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇതൊരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ടൊരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ. ഇതിന് ഒരു മിസ്റ്ററിയുടെ പുറകിലുള്ള ഫാക്ട് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ അത് ഇപ്പം എൻ്റെ എല്ലാ സിനിമകൾക്കകത്തും ഒരു സർട്ടൺ എലമെന്റ് ഓഫ് ഒരു എക്സ്പെരിമെൻ്റൽ ലെവലുണ്ട്. ഇത് ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ആ ഒരു എലമെന്റ് എപ്പോഴും ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതാണ് ഒരു ത്രില്ല്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളതിനാണ് ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ കീപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇതിലും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഉണ്ട്. പോലീസ് എല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അതൊരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷനിലേക്ക് മാറും, അത് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ സാർ, അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടിട്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നില്ല.